എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു സ്വീറ്റ് ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റും സോഫ്റ്റുമായ ഈ സ്വീറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു മീഡിയം സൈസിലുള്ള മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ മധുരക്കിഴങ്ങ് കുക്കറിൽ വെച്ച് കൊടുത്ത് മധുരക്കിഴങ്ങ് വെന്ത് വരുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെയും വേവിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെന്ത് വന്ന മധുരക്കിഴങ്ങ് ചൂടാറിയതിന് ശേഷം ചെറിയ കഷണങ്ങളായി മുറിച്ച് ഈ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു തരി വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. നെയ്യിൽ കിടന്ന് ഈ മധുരക്കിഴങ്ങ് നന്നായി വഴന്നു വരണം. നെയ്യിൽ കിടന്ന് മധുരക്കിഴങ്ങ് നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. തേങ്ങ ചിരകിയതും മധുരക്കിഴങ്ങുമായി യോജിച്ച് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് റവയാണ്. വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരക്കിഴങ്ങുമായി ഈ റവ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ പാനിൽ നിന്നും വിട്ട് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് പാലാണ്. തിളച്ച പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. കട്ടകളില്ലാതെ വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട്. പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കുന്ന സമയത്ത് അല്പം ലൂസായി തോന്നുമെങ്കിലും പിന്നീട് ഇത് കട്ടിയാകുന്നതാണ്. ഇനി ഇതിലേക്ക് കളർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 1 പിഞ്ച് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണം ഈ സ്വീറ്റ് കിട്ടാനായിട്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ വേണം ബോൾസ് ആക്കി എടുക്കാനായിട്ട്. ബോൾസ് ആക്കുന്ന സമയത്ത് കയ്യിൽ അല്പം നെയ്യ് തടവിയതിന് ശേഷം വേണം ബോൾസ് ആക്കേണ്ടത്. ഒരെണ്ണം തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ബോൾസും തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് എല്ലാം ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. ഈ ബോൾസിൻ്റെ എല്ലാം കളറൊന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നവരെ വേണം ഇതൊന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. ഈ ബോൾസ് മൊരിയിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം മൊരിയിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. മധുരക്കിഴങ്ങ് സ്വീറ്റ് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.